ഒന്നാമത്തെ കാര്യം, ചിന്തകളെ ഓഫ് ചെയ്യുക എന്നത് അസാധ്യമാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും കഥകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യന്ത്രമാണ്. ഒരു സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ അതിനോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതുപോലെ നമ്മുടെ മനസ്സ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് മനസ്സിൻ്റെ ഡ്യൂട്ടി. മനസ്സിൻ്റെ ഈ പ്രവർത്തനത്തെ നിർത്തിവെക്കാനേ പാടില്ല. കാരണം മനസ്സ് ചിന്തിക്കുവാനുള്ളൊരു യന്ത്രത്തിൻ്റെ പേരാണ്. അത് ചിന്തിക്കട്ടെ, അതിനെ ചിന്തിക്കാതെ ആക്കലല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷെ മനസ്സിൽ എത്ര ചിന്തകൾ നടന്നാലും നമുക്കൊരു പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്തെന്നാൽ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കാൻ ശ്രമിക്കും തോറും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ മധുരമുള്ള ഒരു കുലം മുന്തിരിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ചിന്ത വരും. അതായത് നമ്മുടെ മനസ്സിനെ അത് ചിന്തിക്കരുത്, ഇത് ചിന്തിക്കരുത്, ഓവർ തിങ്കിങ് പാടില്ല, ഇങ്ങനെയെല്ലാം നമ്മൾ പ്രാക്ടീസ് കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിന് എന്തിനാണോ നമ്മൾ തടയാൻ ശ്രമിക്കുന്നത് അത് തന്നെ ചെയ്യാനുള്ള തോന്നലുണ്ടാകും. അതുകൊണ്ട് ഓവർ തിങ്കിങ്ങിനെ കൈകാര്യം ചെയ്യേണ്ട മെത്തേഡ് അതൊന്നുമല്ല. മറ്റൊരു രീതിയിൽ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാലോ? മിക്കപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പല ചിന്തകളിൽ മുഴുകിയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. ഇതെല്ലാം മനുഷ്യനും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ചിലർക്ക് മാത്രം ഞാൻ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരുന്ന സമയത്ത് ആ ചിന്തയെ വേണ്ടത്ര അഡ്രസ്സ് ചെയ്യാതെ അടുത്ത ചിന്തയിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുവെങ്കിലാണ് നിങ്ങൾക്ക് വാസ്തവത്തിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് തോന്നുന്നത്. ചിന്തകൾ എത്ര ഓവറായാലും അത് ഓവർ തിങ്കിങ് ഒന്നും ആവില്ല. ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്നറിയുമോ? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യം അവർക്കുള്ളതുകൊണ്ടാണ്. പല ശാസ്ത്രജ്ഞന്മാരും പല ചിന്തകന്മാരും നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അധികം ചിന്തിക്കുന്നവരായിരിക്കും. ഒരുപാട് സബ്ജക്റ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും. അവർക്ക് ചിന്തിക്കാതിരിക്കുവാനേ കഴിയില്ല. ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നാലും അവർക്ക് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ചിന്തിക്കുന്നതിൻ്റെ എണ്ണം കൂടുന്നു എന്നുള്ളത് കൊണ്ടോ ഒരുപാട് സബ്ജക്റ്റുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണ് എന്ന് അർത്ഥമില്ല. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണ് എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ഒരു ചിന്തകളെയും ശരിക്കും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ്. അതായത് ചിന്തകൾ അമിതമാകുന്നതല്ല ഓവർ തിങ്കിങ്. നിങ്ങളുടെ ചിന്തകളുടെ മേലെ നിങ്ങൾക്ക് ശ്രദ്ധയില്ലാതെയാകുന്നതാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ്ങിനെ നമുക്ക് രണ്ട് രീതിയിലൊന്ന് പരിഗണിക്കാം. ഒന്ന്, ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് സമയം ചിന്തിക്കുന്നത്. മറ്റൊന്ന്, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ രണ്ട് ടൈപ്പ് തിങ്കിങ് ഉണ്ട് നമുക്ക്. ഇതിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ശരിക്കും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിൽ നിന്ന് വേഗം മുക്തമാക്കാൻ പറ്റും. എളുപ്പമുള്ള കാര്യം ഇതാണ്. അതായത് രണ്ട് കാര്യം പറഞ്ഞില്ലേ, ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് സമയം ചിന്തിക്കുന്നതും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ചിന്തകൾ വരുന്നതും. ഈ രണ്ട് ടൈപ്പ് ഓവർ തിങ്കിങ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലാദ്യം നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾ ചിന്തിക്കുന്ന പോയിന്റിൽ നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് ചിന്തയ്ക്ക് ഒരു അറ്റം കിട്ടുന്നില്ല. ആ ചിന്തയെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഒരുപാട് പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് കൊണ്ടു നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ചിന്തിച്ച് പ്ലാനിട്ട് കൊണ്ടുപോകേണ്ടത്, എന്താണ് നിങ്ങളുടെ മനസ്സ് ആവശ്യപ്പെടുന്ന ചോദ്യം, അതിന് കൃത്യമായ നോളജ് നിങ്ങൾ ആർജിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ക്ലാരിറ്റിയുടെ കുറവ്. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു റോ ഡാറ്റ വേണം നിങ്ങളുടെ കയ്യിൽ. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അറിവ് വേണ്ട. ഇപ്പം ഞാൻ ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നു. ഈ കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ കയ്യിൽ ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ് വേണ്ടേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴായി കളക്ട് ചെയ്തിട്ടുള്ള അറിവുകളുടെ ശേഖരണത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ ഒരു റോ ഡാറ്റ ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ. ഇതുപോലെ തന്നെ ഞാൻ എന്നോട് തന്നെ സംസാരിക്കണമെങ്കിലും ആവശ്യത്തിനൊരു റോ ഡാറ്റ എൻ്റെ കയ്യിൽ വേണം. എന്താണ് ഈ ഉള്ളിൽ നടക്കുന്ന ചിന്തയും ഈ സംസാരിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്നറിയുമോ? സംസാരിക്കൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ നടക്കുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ തന്നെ കേൾക്കുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ മേലെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നോളജ് കുറവുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന വ്യക്തി അതിനെ ശരിക്കും സ്വീകരിക്കില്ലല്ലോ. ഒന്നുകിൽ അതിന്റെ സെൻസ് മനസ്സിലാവാതെ അതിനെ തെറ്റായ രീതിയിൽ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ആർഗ്യുമെന്റ് ചെയ്യാൻ വരും. വളരെ കൺവിൻസ്ഡ് ആയാൽ മാത്രം ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആയിട്ട് സംസാരിക്കുന്നത് നിർത്തുകയും കേൾക്കാൻ തുടങ്ങുകയും ഓക്കെ പറഞ്ഞ് പിരിയുകയും ചെയ്യും, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴും സംഭവിക്കുന്നത്.
നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്കാണ്, ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്ക്, അതായത് ചിന്തകൾ. ഇതിനെയാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിന് 2 പോർഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വെറുതെ സങ്കല്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു പോർഷൻ സംസാരിക്കും, മറ്റേ പോർഷൻ അത് കേൾക്കും. ഈ ഒരു പോർഷൻ പറയുന്നത് മറ്റേ പോർഷൻ കേട്ടിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം. ബട്ട് ആ അക്സെപ്റ്റ് ചെയ്യുന്ന പോർഷന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എന്തോ ലോജിക്ക് കുറവ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഭയം ഉണ്ടാകുന്നു, എന്തോ രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ടാണ്, പരിമിതമായ എക്സ്പീരിയൻസുകൾ വെച്ചുകൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള അത്ര അറിവും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനേക്കാളൊക്കെ മേലെ എത്രയോ വലിയൊരു പെർഫെക്ഷൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 അവസ്ഥയിലും നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് സമയം ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഇതൊരു പ്രശ്നമാണ്. ഇതിന് ആദ്യം പറയാം, ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതൊരു നല്ല ശീലമല്ല. ഇതാദ്യം മനസ്സിലാക്കുക. പെർഫെക്ഷനിസം ഒരു അസുഖമാണ്. അത്യാവശ്യം പെർഫെക്റ്റായി ചെയ്യുവാൻ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷേ പെർഫെക്റ്റായേ പറ്റൂ എന്നുള്ള ചിന്തയില്ലേ, ഇതൊരു അസുഖമാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറ്റിയെടുക്കേണ്ടതാണ്. നിങ്ങൾ ഇംപെർഫെക്റ്റ് ആകുവാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ഒരു പെർമിഷൻ കൊടുക്കണം. ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇംപെർഫെക്റ്റ് ആയിരിക്കുവാൻ നിങ്ങൾക്ക് തന്നെ ഒരു പെർമിഷൻ കൊടുക്കണം. അതോടെ നിങ്ങളുടെ സമാധാനം തിരിച്ചെത്തും. അതിനുവേണ്ടിയാണ് ഞാനീ പറയുന്നത്. സമാധാനം തിരിച്ചെത്തിയാൽ നിങ്ങൾക്ക് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും പറ്റും. അപ്പോൾ പെർഫെക്ഷനിസം അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ, അത് വേണ്ട. നിങ്ങൾ പെർഫെക്ഷനിസം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും മനുഷ്യൻ ഇംപെർഫെക്റ്റ് ആണെന്നും ഇംപെർഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിങ്ങളെ തന്നെ പഠിപ്പിക്കണം. മറ്റേ കേസ് എടുക്കാം. ഈ പെർഫെക്ഷനിസം അല്ലാത്ത, നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് നോളജ് ഇല്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരവസ്ഥ. അതായത് ഒരു കാര്യം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒരു റോ ഡാറ്റ വേണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് കളക്ട് ചെയ്യാം. അതായത് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടാതെ അതിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ചിന്തിക്കൽ അവിടെ നിർത്തിയിട്ട് ഒരു ആക്റ്റിലേക്ക് പോകണം. എന്താ കാര്യം എന്നറിയോ? നിങ്ങളുടെ നിലവിലുള്ള റോ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് എവിടെ എത്താൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്ര ദൂരത്തേക്ക് വെള്ളം സ്പ്രിങ്കിളാവും, പിന്നെ അവിടെ ഒരു പോയിന്റ് വെക്കാം, ഇതിലേക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കും. ഞാനിതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് എവിടേക്കോ വെച്ച് കണ്ടിട്ടുള്ള വെള്ളം തെറിപ്പിക്കുന്ന മെഷീനുകൾ എൻ്റെ മൈൻഡിലുണ്ട്. പല പാർക്കുകളിൽ വെച്ചും അവിടെ വെച്ചും ഇവിടെ വെച്ചൊക്കെ കണ്ടിട്ടുള്ള കുറേ ഐഡിയകൾ എൻ്റെ മൈൻഡിലുണ്ട്. ഈ ഐഡിയ വെച്ചിട്ട് അത് ഇമാജിനേഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ മെഷീൻസ് ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ഞാൻ ആകെ ഹാങ് ആണ്. വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു, വീണ്ടും പ്ലാൻ ഇടുന്നു, മനസ്സിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മൊമെൻറ്റിൽ എനിക്കൊരു അവയർനെസ് വന്നു, ഇല്ല, ഇതിങ്ങനെ ചിന്തിച്ചാൽ ഇതിനൊരു എത്തും പിടി ഉണ്ടാവാൻ പോകുന്നില്ല, ഞാനിത് നിർത്തുകയാണ് എന്ന് ചിന്തിച്ചു. സ്റ്റോപ്പ് ചെയ്തു, വേഗം വണ്ടിയെടുത്തു. ഒരു പ്ലംബിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു വലിയ കടയിലേക്ക് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു, ഈ ഗാർഡനിൽ ലോണിലൊക്കെ വെക്കുന്ന, വെള്ളം ചീറ്റിപ്പിക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചത്. അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാര്യം എന്നറിയോ? ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ടുള്ള ചില യൂണിറ്റുകളുണ്ട്. അത് പല പാർക്കുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളതാണ്. ബട്ട് കാലം മാറി. പുതിയ മോഡേൺ ടെക്നോളജികൾ, ഹോം ഫ്രണ്ട്ലി ആയിട്ടുള്ള, വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ടെക്നോളജീസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരു പ്ലംബറുടെ ആവശ്യമില്ലാതെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതവരെ അവിടെ നിന്ന് എക്സിബിറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ എൻ്റെ ചിന്തകൾക്ക് ശക്തമായൊരു ക്ലാരിറ്റി കിട്ടി. ആ സാധനങ്ങൾ കണ്ട ശേഷം ഞാൻ പറഞ്ഞു, ഞാനിത് വാങ്ങാം, പക്ഷെ ഇപ്പോൾ വാങ്ങുന്നില്ല, ഞാനൊരു ഐഡിയയ്ക്ക് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വീട്ടിൽ വന്നു. എൻ്റെ മൈൻഡിലുണ്ടായ പുതിയ ആ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള, ആ ഉപകരണങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുകയും പ്ലാൻ ഇടുകയും ചെയ്യുമ്പോൾ എൻ്റെ ഗാർഡനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗാർഡനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരറ്റം കിട്ടാതെ നിൽക്കുന്നൊരു പോയിന്റിൽ ഈ സാധനം കണ്ടതിന് ശേഷം ഒരു പുതിയ അറിവ് എൻ്റെ മനസ്സിലേക്ക് കയറിയപ്പോൾ ഈ ചിന്തയ്ക്കൊരറ്റം കിട്ടി. ചിന്തിച്ചുകൊണ്ടിരിക്കൽ നിർത്തിയിട്ട് ആക്റ്റിലേക്ക് കിടക്കേണ്ട സമയമായി എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഉദാഹരണം പറഞ്ഞു തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ക്ലാരിറ്റി ഉണ്ടാവാനാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു അറ്റം കിട്ടാതെ, ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചിന്തകൾ പോവുകയാണ്. ആക്സിലേറ്റർ മാത്രമുള്ളൊരവസ്ഥ, ബ്രേക്ക് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അറിവിൻ്റെ ശേഖരണം കുറവാണെന്നുള്ളതാണ്. അറിവോ എക്സ്പീരിയൻസോ എന്തോ ഒരു സാധനം കുറവാണ്. അത് ആദ്യം പോയിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ആ വിഷയത്തിൽ ചിന്തിക്കാൻ തുടങ്ങുക. ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. വേഗം ഒരു പ്രവൃത്തിയിലേക്ക് കിടക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. നിങ്ങൾ വേഗം തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഇപ്പോൾ മാരേജ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് കൗൺസിലിംഗ് സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് എന്താണ് എൻ്റെ ചിന്താഗതികളിൽ കുഴപ്പം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ സാഹചര്യത്തിൽ കുഴപ്പം,
അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ ചിന്താഗതികളിൽ എന്താണ് കുഴപ്പം, ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്, ഈ പ്രോബ്ലം ശരിയാക്കി എടുക്കാൻ പറ്റുന്ന പ്രോബ്ലമാണോ, ഈ പ്രോബ്ലം ഉള്ളവർ ഡിവോഴ്സ് ചെയ്യുന്നതാണോ നല്ലത്, അതോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. അറിവിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായാൽ ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഏതോ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൻ്റെ മേലെ അറിവ് കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവുകൾ വർദ്ധിപ്പിക്കുക. അപ്പം നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു കൺട്രോൾ കൈവരും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെക്കുറിച്ച് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. അതായത് മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു പോകുന്നുണ്ട് എന്നൊരാൾ പറയുകയാണെന്ന് വിചാരിച്ചു. എന്നോട് അങ്ങനെ പലരും പറയാറുണ്ട്, മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു പോവുകയാണ്, ഒരു കൺട്രോളില്ലാത്ത ചിന്തകൾ എന്ന്. അപ്പം ഞാൻ കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരിക്കും, അത് അവിടെ നിന്ന് പോയിരുന്നേ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഈ സമയത്തിനകം എന്തൊക്കെ ചിന്തകൾ വന്നു എന്ന് ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ തലചൊറിയുന്നുണ്ടാവും, എന്തൊക്കെ ചിന്തകൾ വന്നു എന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് ചിന്തകൾ വന്നു എന്ന്. അപ്പം ഞാൻ അവരോട് പറയും, ഒന്നുകൂടെ അവിടെ പോയിരുന്നേ, എന്തൊക്കെ ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് ഇനി വരുമ്പോൾ എന്നോട് പറയണം കേട്ടോ, 10 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കും എന്ന് പറയും. അപ്പോൾ അവരവിടെ പോയിരിക്കും. അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നു എന്ന്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവരെ തിരിച്ചിങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തൊക്കെ ചിന്തകൾ വന്നു മനസ്സിൽ, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഒരു 4-5 ചിന്തകൾ പറയും, അല്ലെങ്കിൽ ഒരു 7-8 ചിന്തകളെ കുറിച്ചിട്ട് പറയും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, നിങ്ങളവിടെ 20 മിനിറ്റ് ഇരുന്നു. 20 മിനിറ്റ് ഇരുന്നപ്പോൾ മനസ്സിനകത്ത് വന്ന ചിന്തകളെ ഒരു 8, 9, 10, മാക്സിമം 10 അല്ലേ, ഇത്രയും 10 കാറ്റഗറി ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്. ഒരു 20 മിനിറ്റിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു 10 ചിന്തകൾ വരുന്നതിനെ നിങ്ങൾ ഓവർ തിങ്കിങ് എന്നാണോ പറയുക? ഇത് ചിന്തകളുടെ എണ്ണം വളരെ കുറവാണ്. ഇങ്ങനെയൊന്നുമല്ല ചിന്തകൾ, ഇതിനേക്കാളും കൂടുതൽ ചിന്തകൾ വരുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് എന്ന് തോന്നുന്നത്? അതിൻ്റെ അർത്ഥം ഈ വ്യക്തി തൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെക്കുറിച്ച് ശരിക്കും ഒരിടത്ത് സൈലൻ്റ് ആയിരുന്നിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് എന്നുള്ളത് ഒരു ബുക്കും പെന്നും വെച്ച് എഴുതി വെച്ച് പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവനവനെ തന്നെ ചെയ്യണം. അതായത് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഞാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുക, അത് ഓവറൊന്നും അല്ല എന്നുള്ളതാണ്. നമ്മൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്താണ് ഓവറായിട്ട് തോന്നുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളുടെ റോഡിലൂടെ ഒരുപാട് 2 വീലേഴ്സ് പോകുന്നുണ്ട്, കണ്ടമാനം 2 വീലേഴ്സാണ് എൻ്റെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ പോകുന്നത് എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ചെയ്യണം, 1 മണിക്കൂർ ഒന്ന് റോഡിലൂടെ എത്ര 2 വീലേഴ്സ് പോകുന്നുണ്ട് എന്ന് എണ്ണാൻ വേണ്ടിയിട്ടിരിക്കുക. എണ്ണിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 20, 30, 50 ഇതൊക്കെയാണ് കിട്ടുന്ന സംഖ്യ. ഈ 50 2 വീലേഴ്സിനെയാണ് നിങ്ങൾ ഒരുപാട് 2 വീലേഴ്സ് എന്ന് പറയുന്നത്. 50 എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയാണ്. അതായത് നമ്മളൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യാതിരിക്കുമ്പോൾ ഒരുപാട് എന്നൊരു തോന്നൽ നമുക്ക് വരും. എന്നാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള എണ്ണം നമുക്ക് കിട്ടും. അത് ഒരുപാടാണോ ഒരുപാടല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് വിടുന്നത് കൊണ്ട്, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ, സ്വന്തം മനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആണ് എന്ന ഒരു ചിന്താഗതി നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ആകുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ സമയവും മറ്റുള്ളവരെക്കുറിച്ചും അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലേതല്ലാത്ത പുറമേയുള്ള പല കാര്യങ്ങളിലുമാണ് നിങ്ങളുടെ ശ്രദ്ധ. അവനവൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അശ്രദ്ധമാണ്, നിങ്ങൾ അതിലേക്ക് ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരവസ്ഥയാണ് ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല. ഇരുന്നൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. 1 മണിക്കൂർ ഒരിടത്ത് സൈലൻ്റ് ആയിരിക്കുക, ഒരു ബുക്കും പെന്നും കയ്യിൽ പിടിച്ചോളൂ. എന്തൊക്കെ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ഓരോ ചിന്തകൾ വരുമ്പോഴും എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്ത വന്നോ എന്നവിടെ എഴുതി വയ്ക്കുക. ഇങ്ങനെ 1 മണിക്കൂർ ഒന്ന് ചെയ്തു നോക്കിയേ, നിങ്ങളൊരു വലിയ മാറ്റമാണ് അനുഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് വേറൊരു ലെവലിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ്. ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് അറിയുമോ? ചിന്തകളും നിങ്ങളും ഡിഫറൻ്റായി മാറും. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണ് ചിന്തകൾ എന്നാണ്. എന്നാൽ ചിന്തകൾ നിങ്ങളല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന്, ചിന്തകൾ വേറെയും ഞാൻ വേറെയുമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ഈ തോന്നൽ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തകളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണെന്നുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങും. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിന്താതീതനായി നിലനിൽക്കാൻ പറ്റും. അതായത് ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കാനൊന്നും പോകുന്നില്ല, ചിന്തകളോട് നിങ്ങൾക്കൊരു വിരോധമില്ല, ചിന്തകളെ തടയാനും പോകുന്നില്ല. പക്ഷേ ചിന്തകൾ ഞാനല്ല, അതെവിടെയോ നടക്കുന്നുണ്ട്, നടന്നോട്ടെ എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് വരും. ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം അവർ ഓൺ തോട്ട്സ്. ഈ പ്രാക്ടീസ് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ചെയ്തു നോക്കിയേ.